എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഡേ വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നത്തെയും പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പെരിന്തൽമണ്ണ വരെ പോയി ഒന്ന് കറങ്ങി വരാം. പക്ഷേ ഇന്ന് കൂടെ നമ്മളെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇത് ആരൊക്കെയെന്നല്ലേ? ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളുമാണ് കേട്ടോ. ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ കസിനാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഇന്നലെ വന്നതായിരുന്നു. മോൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ വെക്കേഷൻ ഇപ്രാവശ്യം ഇവിടെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. മോളെ പേര് തനു എന്നാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നേരെ ഷോപ്പിലെത്തി അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ബാരിസ്റ്റയിലോട്ട് പോകാൻ കേട്ടോ. അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്തി ബാരിസ്റ്റയിലാണ് കേട്ടോ. നല്ല ഫ്ലേവേർഡ് മന്തിയാണ്. അപ്പോൾ ഞങ്ങളിത് അൽഫാം മന്തിക്ക് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട്. 3 പീസും പിന്നെ റൈസും ആണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ ഒപ്പം നമ്മുടെ മയണൈസും പിന്നെ അവരുടെ സ്പെഷ്യൽ ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഓരോ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു, ഞാനൊരു കോളയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ തിരിച്ചു പോവാണ്. തിരിച്ച് ഷോപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ച് നേരം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ ഷോപ്പിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ കേക്ക് നമ്മൾ വീട്ടിൽ കട്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ എല്ലാവർക്കും കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റമറൊക്കെ വന്ന് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു നേരെ നമ്മുടെ മാർക്കറ്റ് സിറ്റി മാളിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓട്ടോ എടുത്തിട്ട് നേരെ മാർക്കറ്റ് സിറ്റി മാളിലോട്ട് പോയിട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്തും പുറത്തും ഒക്കെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചാൽ മഴയൊക്കെ പെയ്യുമെന്ന്, പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി, അകത്തോട്ട് കയറി പോവാണെന്ന്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ തന്നെ അവിടെ മറ്റേ വണ്ടികളുണ്ടല്ലോ, അത് കണ്ടിട്ട് മക്കൾക്ക് അതിലൊക്കെ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബസ്സിലാണ് അല്ലുവിന് കയറേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ വലിയവരെ കയറ്റത്തില്ല. അപ്പോൾ അല്ലുവിന് ഒറ്റയ്ക്ക് അതിലിരുത്താൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ മറ്റേ കാറിൽ കയറ്റിയായിരുന്നു 2 ആളെയും. അങ്ങനെ കുറച്ച് നേരം അവർ ആ കാറിലിങ്ങനെ അവർ 2-3 റൗണ്ട് അടിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ അത്രയൊക്കെ റൗണ്ട് എടുത്തിട്ട് അവിടെ കുറച്ച് നേരം കളിച്ച് നിന്നു. അല്ലു ഇരിക്കില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ശരിക്കും എന്താ പറയുക എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാനായിരുന്നു ബുദ്ധിമുട്ട്, ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കരച്ചിലായിരുന്നു അതിൽ നിന്ന് ഇറങ്ങാൻ. ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവനടുത്ത് ബസ്സിൽ കയറണം. അതിന് വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നും ഉറങ്ങുന്ന സമയമാണിത്. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതും ഉള്ളതുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്താ പറയുക, ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് ആകെ ബഹളമായി. കുറേ നേരം ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുവച്ച് നോക്കി, സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ പിന്നെ കുറേ അങ്ങോട്ട് ഒതുങ്ങി. പിന്നെ ഞാൻ തോളിലിട്ട് കിടത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഉറക്കം വന്ന് അങ്ങനെ കിടന്നു. പിന്നെയാണ് ഒന്ന് റെഡി ആയത്. അപ്പോൾ ചേച്ചിക്ക് സുഡിയോന്ന് പാൻറ്റൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സുഡിയോ കയറിയപ്പോൾ കരച്ചിലുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ സുഡിയോയിലൊക്കെ പോയി പാൻറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാളിൻ്റെ സെൻറ്ററിൽ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ളൊക്കെ തിരക്കിലായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോകാൻ കേട്ടോ. ചേച്ചിക്ക് ഒരു കാർഗോ പാൻറ് എടുക്കണം, അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ കുറേ അതിനകത്ത് തിരഞ്ഞു, പക്ഷേ ചേച്ചി വളരെ മെലിഞ്ഞിട്ടായതുകൊണ്ട് ചേച്ചിയുടെ സൈസിന് പാൻറ് കിട്ടിയില്ല. കുറേ നോക്കി, എല്ലാത്തിലും എന്താ പറയുക എക്സസ് ആ ഒരു ഇതൊന്നും കാണുന്നേ ഇല്ല. അല്ലുക്കുട്ടൻ എന്താ കണ്ടോ ആകെ ക്ഷീണിച്ച് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് നോക്കി, അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു ഇനി മാക്സ് പോയി നോക്കാമെന്ന്. അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാക്സിലെത്തി, മാക്സിൽ നോക്കുകയാണ്. പക്ഷെ മാക്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം ചേച്ചിയുടെ സൈസിനെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഫിഷ് പാൻ്റ് ഇത് കണ്ടു കേട്ടോ. ഇതൊക്കെ പുതിയ എഡിഷനാണ്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പുതിയ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അത് ഞാൻ കണ്ടു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ലിഫ്റ്റ് കയറി ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോയി കേട്ടോ. ചേച്ചിയൊക്കെ എസ്കലേറ്ററിലാണ് വരുന്നത്. അല്ലിക്കുട്ടന് ലിഫ്റ്റ് പോകാൻ ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ പോന്നു. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ടിലെത്തി. ഞങ്ങൾ സ്ഥിരം മൗസിന്ന് അവിൽ മിൽക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ അവിടെ ഓർഡറൊക്കെ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ടാവും നല്ല തിരക്കുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിലൊന്നും സീറ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മൗസിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സീറ്റ് കിട്ടിയത്. അങ്ങനെ അല്ലുക്കുട്ടൻ ഫോണൊക്കെ വെച്ച് കൊടുത്ത്
ഞങ്ങളിത് ഓർഡറിന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ബോബാട്ടീൻ്റെ പുതിയൊരു സ്റ്റോൾ ഓപ്പൺ ആയത് കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഇനാഗ്രേഷൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോബ വാങ്ങിച്ചു, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പുതിയ സ്റ്റോളായതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് നട്ടി ന്യൂട്രല്ല എന്ന് പറയുന്നൊരു ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് കഴിച്ചപ്പോൾ ഞങ്ങളുടെ മൗസിത്തെ ഓർഡർ വന്നു. ഞങ്ങൾ ചോക്കോനട്ടും ചോക്കോ കിഡും പിന്നെ ഇതൊരു ചീസി ചിക്കൻ ബേക്ക്ഡ് എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. ബ്രെഡിൽ ചിക്കനും പിന്നെ ചട്നിയൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമുള്ളൊരു സാധനമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു. കുട്ടികൾക്ക് ഒരു സർപ്രൈസ് എഗ് എന്ന് പറയുന്ന സംഭവം അവർ ലോഞ്ച് ചെയ്ത് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അമ്മേനെ ഇനി ഷോപ്പിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോവാണേ. അമ്മയെ ഷോപ്പിലാക്കിയിട്ട് ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ അമ്മ എടുത്തുകൊണ്ട് തന്നു. പിന്നെ തനുവിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ആകെ ടയേർഡാണ്, കാരണം ഒരുപാട് ഫുഡ് കഴിച്ചു, അതിൻ്റെ ക്ഷീണമാണ് കേട്ടോ. പിന്നെ പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ചാ ബൈ.